മക്കളെ റാത്തല്ലേ. ഞാൻ എപ്പോഴും ഒരുപാട് ആളുകൾ നൂറുകണക്കിന് മെസ്സേജ് ഇങ്ങനെ വാട്സപ്പിൽ വരും. ഞാൻ തുടർച്ചയായിട്ട് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കൊണ്ടിട്ട. പക്ഷേ ചില കോളുകൾ വന്നിട്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് എന്ത് ചെയ്യും, ഒന്ന് നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓണാക്കി ഒരു എമർജൻസി കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മൾ വലിയ മമ്മൂട്ടിയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വാട്സപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് ഒരു ഇത് കണ്ട സ്റ്റെപ്പ് കണ്ടത്. ഈ സ്റ്റെപ്പ് ഏകദേശം ഒരു 75-80 കിലോ ഉള്ള ആൾ നിന്നപ്പോൾ ചെറിയൊരു ക്രാക്ക് വന്നിക്കണേ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ വലിയൊരു വിഷമമായിപ്പോയി. നമ്മൾ പണിയെടുത്ത് കൊടുത്ത് പലയിടത്തും ക്രാക്ക് വന്നിട്ടുണ്ടോ, പക്ഷെ എന്താണ് അറിയാം, ചില ശ്രദ്ധക്കുറവുകൾ കാരണം എന്ത് ചെയ്യരുത്, ക്രാക്ക് വരരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഒന്ന് അറിയിക്കണം. നമ്മളെ പണിയല്ല കേട്ടത്, അത് വേറെ ജില്ലയിൽ, അതായത് നമ്മളെ അടുത്ത ജില്ല ഒന്നുമില്ല, കുറേ ദൂരത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടാണ്, നമ്മളെ ഇഷ്ടം വെക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, സത്യത്തിൽ അത് ക്രാക്ക് വരാൻ വളരെ മൈന്യൂട്ട്, വളരെ ചെറിയൊരു കാര്യമാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ നോക്കാൻ കറക്റ്റായിട്ടുള്ള ഒരു എൻജിനീയർ, ഒരു ആർക്കിടെക്റ്റ് ഇല്ല എന്നുള്ളത്. പിന്നെ അതിന് കറക്റ്റായിട്ട് ഡ്രോയിങ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ, ജസ്റ്റ് ITI എങ്കിലും കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസർ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് കയറി വന്ന ഒരു 50,000 1 ലക്ഷം റുപ്യ കൊടുക്കാൻ ഒരു ചെറിയൊരു പ്രയാസങ്ങളുണ്ടല്ലോ, നമുക്ക് ആർക്കായാലും ഉണ്ടാവും, നമ്മളെ വീട് പണിയെടുക്കുകയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ പ്രയാസങ്ങൾ ചില സമയത്ത് നമ്മൾ നോക്കരുത്. അത്യാവശ്യം ഒരു ഹെവി വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രയാസങ്ങൾ ഒരിക്കലും നോക്കരുത്. എന്ത് ചെയ്യണമെന്ന് അറിയാം, പിന്നെ അത്രത്തോളം ഹൈ ലെവൽ റിച്ചിൽ പണിയെടുക്കണ, പണിയും ഇതും അറിയുന്ന, ഡ്രോയിങ്ങും അറിയുന്ന ആളുകൾ, ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പണിക്കാർക്ക് തന്നെ ഒരുപാട് ഡ്രോയിങ് അറിയുന്ന ആളുകളുണ്ട്, അവരാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റെയർ അടിച്ചതിന് പൊട്ടാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ആ സ്റ്റെയറിൻ്റെ ബീം ബീം അടിച്ചതിൻ്റെ റിങ് ഇട്ടത് ഒരു 2 ഇഞ്ചും കൂടി പൊങ്ങിയിട്ട് വരണ്ടിന്. ശരിക്കും പൊങ്ങിയിട്ട് കണ്ടില്ല നിങ്ങളിപ്പോൾ ആ റിങ് അവിടെ വെച്ചിക്കണേ, അത് പൊങ്ങിയിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി സ്ട്രൈറ്റായിട്ട് നേരെ കമ്പി പോകേണ്ടിന്. എല്ല് വളച്ച് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. 8mm കമ്പി ആയാലും മതിയായിരുന്നു, പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, സ്ട്രൈറ്റ് നേരിട്ട് കൊടുക്കണം. എന്ത്, ആ കമ്പി എല്ലൊടിച്ച് കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ ഒന്ന് ബീമിൻ്റെ പ്രശ്നം, 2 ആ കമ്പിയിട്ട പ്രശ്നം കൊണ്ടാണ് ഇത് പൊട്ടാൻ കാരണം. ഒരു സൈഡിലേക്ക് ലോഡ് വരുമ്പോൾ എന്ത് ചെയ്യണം, ആ കമ്പിക്ക് ചെറിയൊരു ഒടിച്ചിൽ വരികയാണ്. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് 2.5 ഇഞ്ചിലാണ് ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവരോട് കറക്റ്റായിട്ട് ചോദിച്ചു എത്ര ഇഞ്ചിലാണ് ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക, സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം ഹെവി ലോഡ് വരും. എങ്ങനെ ലോഡ് വരും, എങ്ങനത്തെ സാഹചര്യത്തിൽ ലോഡ് വരും, അതിലൂടെ ആയിരിക്കും മുകൾക്കുള്ള മാർബിൾ കൊണ്ടുപോക്ക്, അതിലൂടെ ആയിരിക്കും അവിടേക്കുള്ള ഗ്രാനൈറ്റ് കൊണ്ടുപോക്ക്, അതിലൂടെ ആവും അവിടേക്കുള്ള ടൈൽസിൻ്റെ ബോക്സ് കൊണ്ടുപോക്ക്, മറ്റു വസ്തുക്കൾ അതിലൂടെ ആയിരിക്കും കൊണ്ടുപോകുക. അപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിൽക്കാൻ ഒരിക്കലും കഴിയൂല. അപ്പോൾ എന്താ ഈ ഒരു സൈഡിലേക്ക് തൂക്കം വരുന്ന സമയത്ത്, അതായത് നമ്മൾ വർക്കുകളൊക്കെ കഴിഞ്ഞ സമയമാണെങ്കിൽ മാർബിൾ അടക്കം പൊട്ട് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, വർക്ക് കൊടുക്കുമ്പോൾ പരമാവധി അത്യാവശ്യം അറിയുന്ന ആളുകളുണ്ടാവും നാട്ടിൽ, അവർക്ക് കുറച്ചൊരു റേറ്റ് ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുക, റേറ്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു അറിയുന്ന ആളുകൾക്ക്, വലിയ ഹെവി അല്ലാത്ത ഒരാളുകൾക്ക് എന്ത് ചെയ്യുക, പരമാവധി നിങ്ങൾ വർക്കുകൾ കൊടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, ഏതെങ്കിലും സൂപ്പർവൈസർമാർ, ആർക്കിടെക്റ്റിനെ ഉപയോഗിച്ചിട്ട് പരമാവധി വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഇത്തരം രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പ്രയാസമുണ്ട്, പക്ഷെ അത് അദ്ദേഹത്തിനോട് നമ്മൾ സമ്മതം ചോദിച്ചു, ഇത് നിങ്ങൾ പുറത്തേക്ക് അറിയിക്കണോണ്ട് പ്രശ്നം ഉണ്ടോയെന്ന് പൂർണ്ണമായിട്ട് സമ്മതം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിടുന്നത്. ഇത് വിടാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർപ്പിൻ്റെ മുന്നേ നമ്മോട് വിളിച്ചു വെച്ചണം. വാർപ്പിൻ്റെ മുന്നേ കമ്പി എടുത്തുകൊണ്ട് പടിഞ്ഞാട്ട് എറിയാണ്ട് അല്ലെങ്കിൽ തൂക്കിയിട്ടാണ്ട് എന്ത് ചെയ്യാന്നറിയാം, നമുക്കത് കൈകാര്യം ചെയ്യാം. പല ആളുകളും എന്ത് ചെയ്യുന്നറിയാം, വാർപ്പിൻ്റെ മുന്നേ നമ്മളെ ബന്ധപ്പെടുക. നമുക്ക് കുറേ അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ലാണ്ട് എൻ്റെ ഗുരുനാഥന്മാരുടെ ഓരോട് പോയി ചോദിച്ചു. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ബന്ധപ്പെടുന്ന കാര്യം പോലും ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് എനിക്കറിയാത്ത കാര്യമാണ് ഓഫീസിൽ പോയിട്ട്, നമ്മുടെ ഗുരുനാഥന്മാരുടെ ഓഫീസുണ്ട്, വൈരത്തൂരൊക്കെ ഉണ്ട്, പലയിടത്തും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലങ്ങളോളം. അപ്പോൾ എന്ത് ചെയ്യും, അവരോട് പോയിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിക്കും, എല്ലാവരോട് വിളിച്ച് ചോദിക്കും ഇന്നല്ല സംഭവം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇബ്രാഹിം കാക്കാൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കും, ഇത് ഇങ്ങനെ ഇട്ടാൽ എന്ത് വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നമ്മളെ ഉപയോഗപ്പെടുത്തിക്കൊള്ളും. നമുക്ക് അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ 1-2 വട്ടം വാട്സപ്പിൽ വന്നിട്ട് നമ്മൾ തിരക്കുള്ള സമയമാണെങ്കിൽ അതിനൊരു പ്രയാസം നേരിടുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പരമാവധി എന്ത് ചെയ്യുക, നല്ല വൃത്തിയുള്ള പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ പ്രയാസങ്ങൾ, ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ അടിക്കുമ്പോൾ മിനിമം ഒരു 9 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററിലും കൊടുത്തിട്ട് ചെറിയൊരു കൺസൾട്ടിൻ്റെ റിങ്ങെങ്കിലും വളക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും ആ കാര്യങ്ങൾ, അപ്പോൾ എന്താ പറയുക, കാണാൻ ചെറിയൊരു ഭംഗിക്കുറവ് ഉണ്ടാവും. പക്ഷെ കാണാൻ ഭംഗി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്,
ഈ സ്റ്റെപ്പ് കാര്യങ്ങൾ, അതേപോലെ തന്നെ വെള്ളം ഒലിക്കുന്ന ഇതേപോലെ പ്ലെയിനായിട്ട് ചുമര് വെക്കരുത്. അതായത് സൺസൈഡ് ഇല്ലാതെ ചുമര് വെക്കരുത്. നമ്മൾ ജീവിക്കുന്നത് എവിടെയല്ല, നമ്മൾ പുറം ലോകത്തല്ല ജീവിക്കുന്നത്, പുറത്തെ ലോകത്തല്ല. അപ്പം അതിനനുസരിച്ചൊരു വീട് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു നല്ലത് വരുത്തട്ടെ. നമുക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെ ആവണമെന്നില്ല, വേറെ ആര് ചെയ്യുന്ന വർക്കാണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ സംശയം തീർത്തരും. നമുക്ക് അറിയണ കാര്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് ചെയ്തുതരും. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾക്ക് മറുപടി തരും. അപ്പം മറുപടി തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടേ.